ലിവിംഗ് ഏരിയയിൽ ഇരിക്കുന്ന അനീഷിനെ വശീകരിക്കാൻ ശ്രമിക്കുകയാണ് ജിസേൽ. ഈ തപസ് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഈ തപസ് ഉണർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു സിനിമയിലെ ഒരു പാട്ടില്ലേ, അതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. എല്ലാവരും ലിവിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അനീഷാണ് ഏറ്റവും മൂലക്കിരിക്കുന്നത്. തൊട്ടടുത്ത് നിവിൻ ഇരിപ്പുണ്ട്. അപ്പോൾ നിവിൻ പയ്യെ കാലെടുത്ത് അനീഷിൻ്റെ മേത്തേക്ക് വെക്കുന്നു. അപ്പോൾ അനീഷ് അങ്ങ് തട്ടി മാറ്റുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവർക്കും ചിരി വന്നു. മാത്രമല്ല നിവിനെ അവിടെ ആര്യനും ജിസേലൊക്കെ കളിയാക്കുന്നുണ്ട്. പക്ഷേ ഈ തട്ടി മാറ്റി കഴിഞ്ഞിട്ട് അനീഷിനൊരു എക്സ്പ്രഷനും ഇല്ല. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവർ പറയുന്ന ഒന്നും ശ്രദ്ധിക്കുന്നുമില്ല, ഇവർ പറയുന്ന തമാശയ്ക്കൊന്നും കേൾക്കുന്നുമില്ല. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരേ എക്സ്പ്രഷൻ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അക്ബറും ആര്യനും ജിസേലും കൂടെ പ്ലാൻ ചെയ്ത് ജിസേലിനെ അനീഷിൻ്റെ മുൻപിൽ കൊണ്ട് നിർത്തുവാണ്. അനീഷ് എങ്ങോട്ടാണ് നോക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ജിസേലിനെ കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ അനീഷ് ഒരു എക്സ്പ്രഷനും ഇല്ലാണ്ടാണ് അത് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നേരെ ജിസേൽ വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നു. എന്നിട്ടും അനീഷിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ജിസേൽ പയ്യെ അനീഷിൻ്റെ കവിളിൽ ഇങ്ങനെ പിൻ ചെയ്യുന്നുണ്ട്. അനീഷിന് ബ്ലഷ് അടിക്കുന്നുണ്ട്. ചെറിയ ചിരിയൊക്കെ അനീഷിൻ്റെ മുഖത്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ജിസേൽ അവിടെ പോയി ഇരിക്കുന്നു. അപ്പോൾ അനീഷ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറയുകയാണ്, അനുവാദമില്ലാതെ എൻ്റെ മുഖത്ത് തൊടരുത്, ആരും എൻ്റെ മുഖത്ത് അനുവാദമില്ലാതെ തൊടരുത് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ എല്ലാവരും തിരിച്ച് കളിയാക്കുന്നുണ്ട്. ഓ, അനീഷേട്ട ബ്ലഷ് അടിക്കുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു, ചിരിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അനീഷിനെ വീണ്ടും അങ്ങ് കളിയാക്കുവാണ്. എന്തായാലും അനീഷിൻ്റെ തപസ് മാറ്റാൻ ശ്രമിച്ചിരിക്കുകയാണ് ജിസേൽ. ബിഗ് ബോസിൻ്റെ ലൈവിൽ ഇപ്പോൾ പണിപ്പുര ടാസ്ക് ഒക്കെ കഴിഞ്ഞു. ഒരു മീഡിയം പണിയാണ് മത്സരാർത്ഥികൾക്ക് ലഭിക്കാൻ പോകുന്നത്. പണി എന്താണെന്ന് ഉടനെ തന്നെ ബിഗ് ബോസ് അറിയിക്കും. അതൊക്കെ അറിയുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.